गणानां त्वा गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत नः शृण्वन्नोतिभिः सीदसादनम्। ॐ श्रीमहागणपतये नमः। ॐ प्रणो देवी सरस्वती वाजेभिर्वाजिनीवती धीनामवित्र्यवतु। ॐ सं सरस्वत्यै नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतौ मम सच्चिदानन्दरूपाय विश्वोल्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। हरि ओം, നമസ്കാരം. ശ്രീമദ് ഭാഗവതം സർവവേദ സാരമാണ്. നിഗമകൽപ്പതരുവിൻ്റെ ലളിതമായ ഫലമാണ്. ഈ വേദത്തിൽ എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ ആചാര്യർ പറയണു, ധർമ്മബ്രഹ്മണി വേദ ഏവ പ്രമാണം. വേദത്തിൽ അനേകങ്ങളായ വിഷയങ്ങളുണ്ട്, പക്ഷേ രണ്ടാണ് വേദത്തിൻ്റെ സാരം. വേദത്തിൻ്റെ ഹൃദയം രണ്ടാണ്, ഒന്ന് ധർമ്മവും അടുത്തത് ബ്രഹ്മവും. എന്താണ് ധർമ്മം, എന്താണ് ബ്രഹ്മം? ഇത് രണ്ടും നമുക്ക് അറിയിച്ചു തരിക എന്നതാണ്, അലൗകികമായ വിധത്തിൽ അറിയിച്ചു തരിക എന്നുള്ളതാണ് വേദത്തിൻ്റെ നിഷ്ഠ, വേദത്തിൻ്റെ താല്പര്യം. അപ്പോൾ തീർച്ചയായിട്ടും ആ വേദത്തിൻ്റെ സാരമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതവും അതിൻ്റെയും പ്രധാനമായ വിഷയം എന്താണെന്ന് ചോദിച്ചത് തന്നെയാണ് ധർമ്മവും ബ്രഹ്മവും തന്നെയാണ്. അതാണ് ജന്മാദ്യസയതോ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ ഈ ധർമ്മബ്രഹ്മങ്ങളെ മനുഷ്യരിലേക്ക് എത്തിക്കുക. അത് ഓരോ കാലത്തിനും അനുയോജ്യമാകുന്ന വിധത്തിൽ കഥകളിലൂടെയും ഉപാഖ്യാനങ്ങളിലൂടെയും ഒക്കെ മാനവഹൃദയങ്ങളിൽ പുനഃപ്രതിഷ്ഠിക്കുക എന്നതാണ് പുരാണങ്ങളുടെ ലക്ഷ്യം. ആ വൈദികമായിരിക്കുന്ന ജ്ഞാന പരമ്പരയെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് പുരാണങ്ങളുടെ പ്രവൃത്തി. അങ്ങനെ ഇരിക്കെ ഇന്നത്തെ എനിക്ക് ഇവിടെ അവതരിപ്പിക്കാനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വിഷയം വളരെ രസകരമായൊരു വിഷയമാണ്. സാധാരണ ഈ ഭാഗവത സത്രാദികളിലൊക്കെ നമ്മൾ ഈശ്വരനെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചിട്ടും ഭഗവത് തത്വങ്ങളെക്കുറിച്ചും ഭഗവത് ചിന്തകളെക്കുറിച്ചിട്ടുമൊക്കെ ആണ് നമ്മൾ സാധാരണയായിട്ട് ശ്രവിക്കാറുള്ളത്. പക്ഷേ പതുക്കെ പതുക്കെ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ആനുകാലികങ്ങളായ വിഷയങ്ങളെ കൂടെ എന്നോ ഒരു കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയങ്ങളോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ആനുകാലിക പ്രസക്തങ്ങളായ വിഷയങ്ങൾ കൂടി ഭാഗവത സത്രങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നായിരിക്കണം. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, പല ഭാഗവത സത്രങ്ങളുടെയും അതിലെ വിഷയവിവരങ്ങൾ കാണുമ്പോൾ
പലപ്പോഴും ആനുകാലികങ്ങളായ വിഷയങ്ങളെ കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ വരുന്നത് കാണുന്നത് വളരെ ശുഭോദർക്കമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആളുകൾക്ക് അറിവുണ്ടാവുക, ഈ സത്രങ്ങളുടെ പ്രധാനമായ വിഷയം ആളുകൾക്ക് അറിവുണ്ടാവുക എന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ചർച്ച ചെയ്യാനായി അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വിഷയം ഈ ഭാഗവത അനുസൃതിയായിട്ട് ആശ്രമധർമ്മങ്ങളും വർണ്ണധർമ്മങ്ങളുമാണ്. വർണ്ണാശ്രമധർമ്മങ്ങൾ എന്ന ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ വിസ്തൃതമായ, വളരെ ആഴത്തിലുള്ള, വളരെ എത്രയോ ശ്രുതികളിലും സ്മൃതികളിലും പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ് ഈ വർണ്ണാശ്രമധർമ്മം എന്നുള്ളത്. അപ്പോൾ അത് ഈ കുറച്ച് നിമിഷങ്ങളെ കൊണ്ട് 10-40 മിനിറ്റ് കൊണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലെങ്കിലും നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന്, അതിലേക്കൊന്ന് പ്രവേശിക്കുന്നതിനുള്ള ഒരു കാര്യം, ഒരു അവസരമാകട്ടെ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ അനേകം ശ്ലോകങ്ങൾ ചിന്തോദർക്കങ്ങളാണ്. വളരെ നമുക്ക് അതിനെക്കുറിച്ച് വെറുതെ ഇങ്ങനെ കേട്ടാൽ മാത്രം പോരാ, അതിൽ ഒരുപാട് തത്വങ്ങളെ അന്തർധാനം ചെയ്തുകൊണ്ട് അതിനെ അടക്കിക്കൊണ്ടാണ് പല ശ്ലോകങ്ങളും അത് നമുക്കുള്ളത് നമുക്കറിയാം. ഏകാദശ സ്കന്ധത്തിൽ ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, സൃഷ്ട്വാ പുരാണി വിവിധാനി അജയ ആത്മശക്തിയ വൃക്ഷാൻ സരീസൃപ പശൂൻ ഖഗ ദംശമത്സ്യാൻ തൈസ്ഥൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപ ദേവ. ഭഗവാൻ ബ്രഹ്മാവ് അതുഷ്ടഹൃദയനായി എന്നാണ്. അദ്ദേഹത്തിന് ഒരു സന്തോഷം ഉണ്ടായില്ല. എന്താ സന്തോഷം ഉണ്ടാവാതിരിക്കാൻ എന്താ കാരണം? സൃഷ്ടുവ, പല പല സൃഷ്ടികളെ അവിടുന്ന് ചെയ്തു. ആരെയൊക്കെയാണ് സൃഷ്ടിച്ചത്? വിവിധാനി അജയ ആത്മശക്തിയ, തന്നിലുള്ളതായ ആത്മശക്തിയെ കൊണ്ട്, മായാശക്തിയെ കൊണ്ട് ശ്രീ ഭഗവാൻ ശ്രീ ബ്രഹ്മാവ് പല വിധത്തിലുള്ള സൃഷ്ടികൾ ചെയ്തു. ദേവന്മാരെ സൃഷ്ടിച്ചു, ഋഷികളെ സൃഷ്ടിച്ചു, പിന്നെ ഗന്ധർവാദികളെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു, പശുക്കളെ സൃഷ്ടിച്ചു, പറവകളെ സൃഷ്ടിച്ചു, പിന്നെ രാക്ഷസന്മാരെയും പിശാചുക്കളെയൊക്കെ സൃഷ്ടിച്ചു, എല്ലാവരെയും സൃഷ്ടിച്ചു. ഈ സൃഷ്ടിമണ്ഡലം മുഴുവനും സൃഷ്ടിയെല്ലാം കഴിഞ്ഞിട്ടും അതുഷ്ടഹൃദയ, അവിടുത്തെ ഹൃദയത്തിനൊരു സന്തോഷം ഉണ്ടായില്ല. അല്ലേ? ഇപ്പോൾ ഒരു പെയിൻറ്റർ, ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സാഫല്യം തോന്നുക? താൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, കൃതകൃത്യത എപ്പോഴാണ് ഉണ്ടാവുക? അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ വർക്കാവുമ്പോഴാണ്. അത് തൻ്റെ എല്ലാ കഴിവുകളെയും പ്രതിഫലിക്കുന്നതായ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു കല അല്ലെങ്കിൽ ഒരു സൃഷ്ടി ഉണ്ടാവുമ്പോൾ മാത്രമേ ആ സൃഷ്ടികർത്താവിന് ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ബ്രഹ്മാവ് ഇതെല്ലാം സൃഷ്ടിച്ചിട്ടും ഒരു സംതൃപ്തി ഉണ്ടായില്ല. അപ്പോഴാണ് എന്ത് ചെയ്തത്? അവിടുന്ന് നമ്മളെ സൃഷ്ടിച്ചതെന്നാണ്. മനുഷ്യനെ സൃഷ്ടിച്ചു അവിടുന്ന്, അല്ലെ? പുരുഷം വിധായ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടുത്തേക്ക് വലിയ സംതൃപ്തിയായി. അപ്പോൾ ഈ സംതൃപ്തിയായതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രശ്നമുണ്ടായി. എന്തേ? ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ പണ്ടൊക്കെ പറയും, ഇപ്പം നിറയെ അതിഥികളൊക്കെ വന്ന് അവർ പോണില്ല ഒരു ദിവസം എന്ത് ചെയ്യുക? അവിയലുണ്ടാക്കിയാൽ മതി. അവിയലുണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സിലാവുക ഇനിയിപ്പോൾ ഒന്നുമില്ല, എല്ലാം കൂടെ ഉണ്ടായിരുന്നത് എല്ലാം കൂടെ മുറുക്കിച്ച്, അല്ലേ? ആണ് ഈ അവിയലുണ്ടായി, അതോടെ കഴിഞ്ഞു. അതുമാതിരി മനുഷ്യനെ എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചതെന്നാണ്. അപ്പോൾ ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു കാര്യം ഉണ്ടായി. എന്താ ഉണ്ടായത്? എപ്രകാരമാണോ എല്ലാ പച്ചക്കറികളും കൂട്ടി നമ്മൾ അവിയലുണ്ടാക്കുന്നത്, അതുമാതിരി ഈ ദേവതകളുടെയും ഋഷികളുടെയും ഗന്ധർവന്മാരുടെയും പശുക്കളുടെയും പക്ഷികളുടെയും ഈ രാക്ഷസന്മാരുടെയും പിന്നെ ഈ പിശാചുക്കളുടെ എല്ലാവരുടെയും ചില അംശങ്ങൾ എന്ത് ചെയ്തു? നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ മനുഷ്യനെ നമുക്കൊരു മനുഷ്യനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഉള്ളിൽ നമുക്ക് വലിയ ഒരു സ്പെക്ട്രം, ഒരു വലിയ ഒരു ചിത്രം, അതായത് ഇന്ന് നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല. ഒരു പ്രത്യേകമായ ഒരു അവസരത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്.
ചില ദിവസങ്ങളിൽ ചില സമയത്ത് അവൻ ദേവനെ പോലെ ആയിരിക്കും, വളരെ ഉദാരമതിയായിരിക്കും. ചിലപ്പോഴോ ഋഷികളെപ്പോലെ ചിന്തിക്കാൻ കഴിവുള്ളവനായിരിക്കും, ചിലപ്പോഴോ മൃഗങ്ങളെപ്പോലെ സ്വാർത്ഥനായിരിക്കും, ചിലപ്പോഴോ ആ ഗന്ധർവന്മാരെ പോലെ യക്ഷന്മാരെ പോലെ പാടാനും ആടാനും ഉള്ള കഴിവവനുണ്ട്. അതേസമയം തന്നെ രാക്ഷസന്മാരെ പോലെ സ്വാർത്ഥരായിരിക്കും. ചിലപ്പോൾ പിശാചുക്കളെ പോലെ തനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർ ദുഃഖിപ്പിക്കുവാനുള്ള മനസ്സിൽ. അപ്പോൾ ഇതെല്ലാം അടങ്ങിയവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഹൃദയത്തിന് 4 അറകൾ, അല്ലേ? നമ്മുടെയൊക്കെ ഹൃദയത്തിന് 4 അറകളുണ്ടെന്നാണ്. അത് ഈ ഹൃദയത്തിന് മാത്രമല്ല, നമ്മുടെ ആന്തരിക ഹൃദയത്തിന് 4 അറകളുണ്ട്. അതിൽ ഒന്നാമത്തെ അറ, ഈ ഒന്നാമത്തെ ഹൃദയത്തിൻ്റെ അറ നിറയണമെങ്കിൽ എന്ത് വേണം? ഇപ്പം നോക്കൂ, അല്ലേ, നമ്മളിവിടെ സപ്താഹമൊക്കെ കേൾക്കുന്നുണ്ട്, എത്രയോ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കണു. പറയാണ് ഇവിടെ ഈ സപ്താഹം മാത്രമേ ഉള്ളൂ, ചായയും കാപ്പിയും ഊണൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാകും, അല്ലേ? അന്നവിചാരം മുന്നവിചാരം. ആദ്യം മനുഷ്യൻ എന്ത് വേണം? ആദ്യം മനുഷ്യൻ ഭക്ഷിക്കാൻ വേണം, ഉടുക്കാനൊരു വസ്ത്രം വേണം, കിടക്കാനൊരു സ്ഥലം വേണം. അപ്പോൾ അത് ആദ്യം ഉണ്ടാവണം. അതാണ് മനുഷ്യൻ്റെ ഹൃദയത്തെ നിറയ്ക്കുന്ന ഒന്നാമത്തെ അറ. അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ ബേസിക് നീഡ്സ്, അല്ലേ? അവന് ഉടുക്കാനും ഉണ്ണാനും ഉറങ്ങാനുമുള്ളൊരു സ്ഥലം. നോക്കൂ, ഉടുക്കാനും ഉണ്ണാനും ഉറങ്ങാനുള്ള സ്ഥലമുണ്ടായത് കൊണ്ട് മാത്രം മനുഷ്യൻ തൃപ്തനാവില്ല. അവൻ്റെ ഒരറ മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് മാത്രം അവൻ തൃപ്തനാവില്ല. അവൻ്റെ രണ്ടാമത്തെ അറയുണ്ട്. അതെന്താ രണ്ടാമത്തെ അറ? രണ്ടാമത്തെ അറ അവൻ്റെ ഇമോഷണൽ നീഡ്സാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യന് ഫിസിക്കൽ നീഡ്സ്, അത് ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങൾ മാത്രം പോരാ, ഈ ഭൗതികമായ ആവശ്യങ്ങൾക്കപ്പുറം അത് ഏകദേശമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു അറ തുറക്കും അവൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ. എന്താ രണ്ടാമത്തെ അറ? അത് ഇമോഷണൽ നീഡ്സാണ്. ചിലോ അവൻ്റെ വൈകാരികങ്ങളായിരിക്കുന്ന ആവശ്യങ്ങൾ. നമ്മളെപ്പോഴും ഇത് മനസ്സിലാക്കണം. ഇത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കൂടി അല്ലെ ആകപ്പാടെ നമുക്ക് കൺഫ്യൂഷനാവും. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരിലും ഈ പല പല അറകളുണ്ട്. ഈ രണ്ടാമത്തെ അറ അതെന്താ? അത് വൈകാരികങ്ങളായ അറകളാണ്. ചില വൈകാരികമായ അറയാണ്. ചില നമ്മളെ ആളുകളെ സ്നേഹിക്കണം, നമുക്ക് ആളുകളെ സ്നേഹിക്കണം, ആളുകൾ നമ്മളെ ബഹുമാനിക്കണം, നമുക്ക് ആളുകളെ ബഹുമാനിക്കണം. നമ്മുടെ ഉള്ളിൽ വികാരങ്ങളുണ്ട്, സദ്വികാരങ്ങളുണ്ട്, ദുർവികാരങ്ങളുണ്ട്. പക്ഷെ ആ വികാരങ്ങളുടെ പൂർത്തി, ആ വികാരങ്ങളുടെ പൂർത്തിയോടുകൂടെ മാത്രമേ നമ്മുടെ രണ്ടാമത്തെ അറ നിറയുള്ളൂ. നമുക്ക് ഒരാളുണ്ട്, ആൾക്ക് ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനും ഉണ്ട്, 10-20 വീടുണ്ട് എന്നതുകൊണ്ട് മാത്രം അയാൾ സംതൃപ്തനാവില്ല. അതിനേക്കാൾ അവന് കുറച്ചുകൂടെ ആവശ്യമായിട്ടുള്ള സൂക്ഷ്മമായ തലമാണ് അവൻ്റെ വൈകാരികമായ ജീവിതം. അത് രണ്ടാമത്തെ അറ അത് നിറയണം. അത് നിറയുമ്പോഴാണ് അടുത്ത നിറ, അതാണ് മൂന്നാമത്തെ നിറയാണ്. അതെന്താണ്? അത് മനുഷ്യനെ നോക്കൂ, നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ. നമുക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെ ഉണ്ട്, നമുക്ക് വൈകാരികങ്ങളായ സന്തോഷമൊക്കെ ഉണ്ട്. തൃപ്തനായോ? ഇല്ല. നമുക്ക് എന്ത് വേണം? നമുക്കൊരു ഓർഡർ വേണം, ഒരു സോഷ്യൽ ഓർഡർ, അല്ലേ? ഈ കാണുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു സ്ഥിരത, ഒരു ഓർഡർ നമുക്ക് ആവശ്യമുണ്ട്. അതാണ് മൂന്നാമത്തെ തലം. അത് മനുഷ്യൻ്റെ ദ നീഡ് ഓഫ് ഓർഡർ, ദ നീഡ് ഓഫ് എ സിസ്റ്റം, അത് ആവശ്യമാണ്. ഈ 3 അറകളെയാണ് എന്ത് പറയുന്നത്? ബാഹ്യങ്ങളായ അറകൾ എന്ന് പറയാം. ഇപ്പോൾ പത്മനാഭസ്വാമിയുടെ ABC എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ? ഈ ABC കഴിഞ്ഞിട്ട് ഈ 4മത്തെ അറയുണ്ട്, അത് പൂട്ടിക്കിടക്കുകയാണ്. പക്ഷേ ഈ 3 അറകൾ, ഈ 3 അറകളെയാണ്. ഒന്നാമത്തെ അറയാണ് നമ്മളുടെ ലൗകികങ്ങളായ ആഗ്രഹങ്ങൾ, അല്ലെ, മെറ്റീരിയൽ നീഡ്സ്. അതിനെയാണ് അർത്ഥം എന്ന് പറയാം. അർത്ഥത്തിലൂടെ മാത്രം നമുക്ക് നിറയ്ക്കാൻ പറ്റുന്ന ഒന്നാമത്തെ അറ. രണ്ടാമത്തത് നമ്മുടെ ഇമോഷണൽ നീഡ്സാണ്. അതിനെയാണ് കാമം എന്ന് പറയുക. നമ്മുടെ ഇമോഷണലായിട്ടുള്ള വൈകാരികങ്ങളായിരിക്കുന്ന സമ്പൂർത്തി, കാമം. ഇനി മൂന്നാമത്തെ അറയാണ് ധർമ്മം. ഇത് മാത്രം ഉണ്ടായാൽ പോരാ, ഇതിലെല്ലാം ഒരു ഓർഡർ ഉണ്ടാകണം, ഇതിനൊരു ചിട്ടയുണ്ടാകണം. ഇനി ഈ 3 അറകൾ നിറഞ്ഞതുകൊണ്ട് മാത്രം മനുഷ്യൻ തൃപ്തനാവില്ല. അതാണ് ഇവിടെ ശ്ലോകത്തിൽ ഭാഗവതം പറയുന്നത്, ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. എന്താണ് മാനുഷിക ജന്മത്തിൻ്റെ പ്രത്യേകത? മറ്റു ജീവജാലങ്ങൾക്ക് ഈ 3 അറകൾ മതി. പക്ഷേ മനുഷ്യന് ഈ 3 അറകൾക്ക് അപ്പുറത്ത് വേറൊരു അറ കൂടിയുണ്ട്, അല്ലേ? ഇതെല്ലാം ആയാലും മനുഷ്യൻ തൃപ്തനാവില്ല. എന്തുകൊണ്ട്? ഇതിനപ്പുറത്ത്
ഒരു 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 എന്താ പറയുക, വളരെ സൂക്ഷ്മമായിരിക്കുന്ന ഒരു തലം നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അതിനാണെന്ന് പറയുന്നത് ആധ്യാത്മികമായ തലം. നമ്മുടെ ഭൗതികമായ തലം, നമ്മുടെ വൈകാരികമായ തലം, നമ്മുടെ ബൗദ്ധികമായ തലം, ഈ തലങ്ങൾക്കും അഗാധമായി, ഈ തലങ്ങൾക്കും ആധാരമായിട്ട് നമുക്ക് നാലാമതൊരു തരമുണ്ട്. അത് നമ്മുടെ ആധ്യാത്മികമായ തരമാണ്. അപ്പോൾ ഈ 4 തരങ്ങളുടെയും സമ്പൂർത്തി കൊണ്ട് മാത്രമേ മനുഷ്യൻ പൂർണ്ണനായിത്തീരുള്ളൂ. ഇങ്ങനെയുള്ളൊരു ഒരു പൂർണ്ണ മനുഷ്യൻ, അല്ലേ, ഒരു സമ്പൂർണ്ണ മനുഷ്യൻ, ദ ഫുൾ പേഴ്സൺ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മളുടെ വൈയക്തികതയുടെ സമ്പൂർണ്ണത സംഭവിക്കണമെങ്കിൽ ഈ 4 തലങ്ങളും സമ്പൂർണ്ണമാകണം. ഇങ്ങനെ ഈ 4 തലങ്ങളെയും സമ്പൂർത്തിയാക്കുന്നതിനുള്ള വഴിയെയാണ് എന്ത് പറയുന്നത്, വേദം എന്ന് പറയുന്നത്. വേദം എന്താ ചെയ്യുന്നത്? നമ്മുടെ ആർത്ഥികവും നമ്മുടെ വൈകാരികവും നമ്മുടെ ബൗദ്ധികവും ഒപ്പം നമ്മുടെ ആധ്യാത്മികവുമായ ആഗ്രഹങ്ങളെ, നമ്മുടെ എന്താ പറയുക, ആ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നത് കൊണ്ടാണ് വേദത്തിന് വേദം. വേദയതി ഇതി വേദം, അല്ലെ? കിം വേദയതി? മാർഗം വേദയതി. മാർഗം, കിം മാർഗം, കസ്യ മാർഗം? എന്തുകൊണ്ടാണോ നമുക്ക് ലൗകികം പാരമാർത്ഥികം ച ജീവനം സുഖേന സാധയിത്തും മാർഗം വേദയതി. ലൗകികവും പാരമാർത്ഥികവുമായ ജീവിതം, നമ്മുടെ ഭൗതികവും പിന്നെ നമ്മുടെ ഇമോഷണൽ, നമ്മുടെ വൈകാരികവും നമ്മുടെ ബൗദ്ധികവും നമ്മുടെ ആധ്യാത്മികവുമായിരിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ സമ്പൂർത്തമാക്കുന്നതെന്തോ, അതിനുള്ള വഴികാട്ടുന്നതെന്തോ, അതാണ് വേദം. ആ വേദം തന്നെയാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതത്തിലെ അല്ലെ പല 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 കാര്യങ്ങൾ പറയണു. പലയിടത്തും ആധ്യാത്മികമായിരിക്കുന്ന ആ ഒരു സമ്പൂർത്തിയാണ് അവിടെ ഉദ്ദേശമായിരിക്കുന്നതെന്ന് വരികിലും വേദത്തിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കുന്ന, അതിൻ്റെ വേദകൽപ്പതരുവിൻ്റെ ഗളിതഫലമായിരിക്കുന്ന ഭാഗവതത്തിലെ ധർമ്മത്തെക്കുറിച്ചിട്ട് വളരെ കൂലങ്കഷങ്ങളായ ചിന്തകളുണ്ട്. അത് ആദ്യന്തമുണ്ട്. പക്ഷേ അതിൽ വളരെ ഈ വൈദികമായിരിക്കുന്ന ധാർമ്മിക ചിന്തയെ വളരെ വ്യക്തമായി പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് സപ്തമസ്കന്ധത്തിലെ 11-ാം അധ്യായം മുതൽക്കുള്ള ഭാഗം. 11 മുതൽ ആ സ്കന്ധം അവസാനിക്കുന്നത് വരയ്ക്ക് ധർമ്മചിന്തയാണ്. എന്താ ധർമ്മചിന്ത? അവിടെ എന്താ ചെയ്യുന്നത്? സാക്ഷാൽ ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക തന്നെയാണത്. സാക്ഷാൽ ശ്രീ ധർമ്മപുത്രര് ശ്രീ നാരദനുമായിട്ടുള്ള സംവാദമാണ് സപ്തമസ്കന്ധമൊക്കെ. അതിൽ ധർമ്മപുത്രർ ചോദിക്കുകയാണ്, എന്താണ് ഈ ധർമ്മം? ധർമ്മം എന്ന് കേൾക്കണു, അല്ലേ? ഈ ധർമ്മം കൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതം സമ്പൂർണ്ണമാകേണ്ടതെന്ന് കേൾക്കണു. പക്ഷെ എന്താണ് ഈ ധർമ്മം? എല്ലാവരും ഓരോരോ ഋഷികളാണെങ്കിലും ഓരോരുത്തരും ഓരോരോ സ്മൃതികളിലും പലവിധങ്ങളായിരിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പം എന്താ ഈ ധർമ്മം? ധർമ്മം വെച്ചാൽ ധാരയതി ഇതി ധർമ്മം. നമ്മളെ നമ്മളാക്കുന്നതാണ് ധർമ്മം. നമ്മളെ സമ്പൂർണരാക്കുന്നത് എന്തോ, നമ്മളെ ഓരോരുത്തരെയും സമ്പൂർണതയുടെ തലത്തിലേക്ക് ഉയർത്തുന്നതെന്തോ, അതാണ് ധർമ്മം. ധാരയത്തെ, ധരിക്കുന്നതാണ് എന്ന് വെച്ചാൽ എന്താണ്? യതോ അഭ്യുദയ നിശ്രേയസ സിദ്ധി സധർമ്മ. ആചാര്യസ്വാമികൾ തൻ്റെ ശങ്കരഭാഷ്യത്തിലെ, ആ ഗീതയുടെ ശങ്കരഭാഷ്യത്തിൻ്റെ ആമുഖത്തിൽ പറയാണ്, യതോ അഭ്യുദയ നിശ്രേയസ സിദ്ധി. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ സമ്പൂർണ്ണമാകണം. അല്ലാതെ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ അതല്ല ധർമ്മം. ധർമ്മം എന്താണ്? നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും സമ്പൂർണ്ണമായിരിക്കുന്ന, ഏറ്റവും സന്തുഷ്ടമായിരിക്കുന്ന, ഏറ്റവും എന്താ പറയുക, നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ യതോ അഭ്യുദയം നിശ്രേയസം, ഒപ്പം തന്നെ ആത്യന്തികമായിരിക്കുന്ന ഈ മോക്ഷത്തിലേക്ക്, ആത്യന്തികമായ നിറവിലേക്ക്, ആത്യന്തികമായ സമ്പൂർണതയിലേക്ക് നമ്മളെ നയിക്കുകയും വേണം. അപ്പോൾ യാതൊന്നാണോ നമ്മളെ ഇവിടെയും അഭ്യുദയവും നിശ്രേയസവും, ഇവിടെയും ഇവിടത്തെ ജീവിതത്തിന് ശേഷവുമുള്ള നമ്മുടെ ജീവിതം സമ്പൂർണമാക്കി തരുന്നതെന്തോ, അതാണ് ധർമ്മം. നോക്കൂ, ഈ ധർമ്മം എന്ന് പറയുന്നത് വളരെ മനസ്സിലാക്കാൻ പലപ്പോഴും എന്താ പറയുക, ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നാണ് ധർമ്മം. എപ്പോഴും ധർമ്മം ഒരേപോലെയല്ല. പക്ഷെ എന്താണ് ധർമ്മം? ധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ നമ്മളാക്കുന്നതാണ് ധർമ്മം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ധർമ്മപുത്രർ ചോദിക്കുകയാണ്, നോക്കൂ, ഈ നമ്മളെ നമ്മളാക്കുന്നതെന്നൊക്കെ പറയാൻ എളുപ്പമാണ്,
പക്ഷേ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ധർമ്മം പ്രതിഫലിക്കുന്നത്? അപ്പോഴാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ, അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു വിഷയമാണ്. എന്തുകൊണ്ട്? ഈ വർണ്ണവും ആശ്രമവും രണ്ടും വളരെ ഹോട്ട് സബ്ജക്ട്സാണ്. അത് സ്പർശിക്കാൻ തന്നെ പലർക്കും പേടിയായിട്ടുള്ളൊരു സബ്ജക്റ്റ്. എന്തുകൊണ്ട്? വർണ്ണം ഉടനെ നമ്മൾ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കാസ്റ്റ് എന്നാണ്, ജാതി, അല്ലേ? ഓ, ജാതി ചിന്ത, അതോ അയ്യോ നമുക്ക് ഭാരതം, അല്ലേ, ജാതി മതം അത് ഇത്. നോക്കൂ, വർണ്ണവും ജാതിയും ഒന്നല്ല. അതായത് കാസ്റ്റ് സിസ്റ്റം അല്ല വർണ്ണവ്യവസ്ഥ, അല്ലേ? ഇന്നത് പറഞ്ഞാൽ തന്നെ വലിയ. പക്ഷേ എന്താണ് വർണ്ണം? വർണ്ണം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ നിറം എന്നാണ്. വർണ്ണം എന്ന് വെച്ചാൽ നിറം, വർണ്ണക്കൂട്ടുകൾ, നിറക്കൂട്ടുകൾ. ഓഹോ, അപ്പം അല്ലേ, ചില കറുത്ത ആൾക്കാർ, വെളുത്ത ആൾക്കാർ, അങ്ങനെയല്ല. ഈ ശരീരത്തിൻ്റെ വർണ്ണമല്ല, മനസ്സിൻ്റെ വർണ്ണം, മനസ്സിൻ്റെ നിറം. നോക്കൂ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. ഇവിടെ സമത്വത്തെക്കുറിച്ചിട്ടും ഏകാത്മതയെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കപ്പെടുന്നൊരു സമയമാണിപ്പോൾ, അല്ലെ, അതൊരു സമയമാണ്. അപ്പോൾ ഇപ്പം എന്താ പറയുന്നത്? എല്ലാവരും ഈക്വലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും ഒരു കുട്ടിയെ എങ്ങനെയാണ് അവനെ ക്ലാസിഫൈ ചെയ്യുന്നത്? എല്ലാവരും ഒരുമിച്ചിരിക്കണം, എന്നിട്ട് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വിഷയങ്ങൾ പഠിപ്പിക്കും, എന്നിട്ട് എല്ലാവരും ഒരേപോലെ എന്ത് ചെയ്യണം? അതിൽ പെർഫോം ചെയ്യണം. അതനുസരിച്ചിട്ട് അവർക്ക് മാർക്ക് കിട്ടും. ആ മാർക്കിനനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ കുട്ടികളെ, അല്ലേ, ഇവൻ ഫസ്റ്റ് ഗ്രേഡ്, ഇവൻ സെക്കൻഡ് ഗ്രേഡ്, ഇവൻ തേർഡ് ഗ്രേഡ്, ഇവൻ ഡിസ്റ്റിങ്ഷൻ, ഇവൻ, അല്ലേ? സത്യത്തിൽ ഇവിടെയാണ് ഈ സിസ്റ്റം, ഇപ്പം നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റം, ഒരു പാശ്ചാത്യ ചിന്തയാണ്. എല്ലാവർക്കും ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാവരും ഒരേപോലെ എഴുതണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പശുവിനെയും പട്ടിയെയും പൂച്ചയെയും പിന്നെ സിംഹത്തെയും കുരങ്ങനെയും ജിറാഫിനെയൊക്കെ വിളിച്ചിരുത്തുക. എന്നിട്ട് പറയാം, നിങ്ങൾക്ക് ഒരു പരീക്ഷ തുടങ്ങാൻ പോവുക. എന്താണ്? ആദ്യത്തെ പരീക്ഷ ഈ വലിയ മരത്തിൽ കയറണം. രണ്ടാമത്തെ പരീക്ഷ ഈ നദി കുറുകെ കിടക്കണം, നീന്തി കിടക്കണം. നോക്കൂ, ഈ ജീവജാലങ്ങളിൽ ഓരോരുത്തർക്കും അവരുടേതായ കഴിവുണ്ട്. പക്ഷെ എല്ലാവർക്കും മരം കയറാൻ പറ്റില്ല, എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? നദി കടക്കാൻ പറ്റില്ല. നോക്കൂ, നമ്മളിലും ഈ മനുഷ്യർ എന്ന് പറയുന്നതായ നമ്മളിൽ ഗുണമില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരിലും എന്തെങ്കിലും കഴിവുകളുണ്ട്, കഴിവുകളില്ലാത്തതായിട്ട് ആരുമില്ല. പക്ഷേ എല്ലാവരുടെയും കഴിവുകൾ ഒരേപോലെയല്ല. നമ്മളെല്ലാവരും ഒരേ പരീക്ഷ ജയിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല. അത് പശുവും പട്ടിയും പൂച്ചയും കുരങ്ങനും സിംഹവും ഒക്കെ ഒരേപോലെയുള്ള പരീക്ഷ, മരം കയറലും നദി കടക്കലും ചെയ്യണം എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെയല്ല. നോക്കൂ, ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കുക. വർണ്ണവ്യവസ്ഥ എന്താ ചെയ്യുന്നത്? വർണ്ണവ്യവസ്ഥ ഓരോ മനുഷ്യനും അനുയോജ്യമായ വഴികളിലൂടെ പരമാത്മാവിലേക്ക്, പരമാർത്ഥത്തിലേക്ക്, സത്യത്തിലേക്കുള്ള വഴി തുറക്കുകയാണ്. വർണ്ണവ്യവസ്ഥ എന്തല്ല ചെയ്യുന്നത്? എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരേ പരീക്ഷയല്ല, നമ്മളിൽ ഓരോരുത്തരിലും സഹജമായിട്ടുള്ള ഗുണങ്ങളെ, അല്ലേ, കർമ്മങ്ങളെ, വാസനകളെ തിരിച്ചറിഞ്ഞ് നമ്മളെ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ വഴികൾ നൽകി. ഈ വ്യത്യസ്തങ്ങളായ വഴികളെല്ലാം അവസാനം ഒന്ന് അവസാനിക്കണം, ഒരേ സത്യത്തിലേക്ക് അവസാനിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന വഴികളെ കാട്ടിത്തരുന്ന ഒരു സിസ്റ്റത്തിനെയാണ് വർണ്ണം എന്ന് പറയുന്നത്. അല്ലാതെ വർണ്ണം എന്ന് പറയുന്നത് ജാതിയോ മതമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതല്ല. നമ്മളിൽ ഓരോരുത്തരിലും എന്തുണ്ട്? ഭഗവാൻ പറയണു ഗീതയിൽ, എന്താ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശഃ. ഗുണങ്ങൾക്കും കർമ്മത്തിനും അനുയോജ്യമായി എന്ത് ചെയ്യിക്കണോ? ചാതുർവർണ്ണ്യത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണത്? ഓരോരുത്തർക്കും എനിക്ക് ചില ഗുണങ്ങളുണ്ട്, എനിക്ക് ചില വാസനകളുണ്ട്. ഈ വാസനകൾക്കും ഗുണങ്ങൾക്കും അനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യണം? എനിക്കൊരു വഴിയിലൂടെ പോകാൻ പറ്റണം. വേറൊരാൾക്ക് വേറെ ചില ഗുണങ്ങളുണ്ട്, വേറെ ചില വാസനകളുണ്ട്. അയാൾക്ക് അയാളുടേതായ വാസനകൾക്കും ഗുണങ്ങൾക്കും അനുസരിച്ച് നടക്കാൻ പറ്റണം. മൂന്നാമത്തെ ആൾക്ക് വേറൊരു ഞങ്ങൾക്ക് എല്ലാവരും, അല്ലാതെ ഞങ്ങളെല്ലാവരും ഒരേ വഴിയിലൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്തു പറ്റും? ഒരാൾക്കും ഈ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം എന്തു ചെയ്യണം? ഓരോരുത്തരുടെയും ഗുണകർമ്മങ്ങൾക്കനുസൃതമായി
എന്ത് ചെയ്യണം? നടക്കാനുള്ള വഴി കാട്ടുന്നതിനെയാണ് വർണ്ണം എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു ജാതി വ്യവസ്ഥയല്ല, അല്ലേ? നമ്മളിലെല്ലാവരിലും അന്തർലീനമായിരിക്കുന്ന നമ്മുടെ സ്വാഭാവികങ്ങളായിരിക്കുന്ന ഗുണങ്ങളെയും നമ്മുടെ വാസനകളെയും അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടേതായ വഴി വേണം. ആ വഴിയെയാണ് എന്ത് പറയുന്നത്? വർണ്ണം എന്ന് പറയുന്നത്. വർണ്ണം വെച്ചാൽ നിറം, അല്ലേ? എന്ത് നിറമാണ്? 3 നിറങ്ങൾ. എന്താ 3 നിറങ്ങൾ? വെള്ള, ചുമപ്പ്, കറുപ്പ്. ഈ വെള്ള, ചുമപ്പ്, കറുപ്പ്, ഈ 3 നിറങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഈ ഭാരതീയ വ്യവസ്ഥതയുടെ ആധാരം. എന്താണ് വെള്ള? വെള്ളയ്ക്ക് സത്വം എന്ന് പറയും. എന്താ ചുമപ്പ്? രജസ്. എന്താ കറുപ്പ്? തമസ്. അപ്പം നമ്മളിലെല്ലാവരിലും ഈ 3 ഗുണങ്ങളുമുണ്ട്. സത്വമുണ്ട്, രജസ്സുണ്ട്, തമസ്സുണ്ട്. നമ്മളിലെല്ലാവരിലും ഒരു മനുഷ്യനും ഈ ലോകത്ത് ഒരു 3 ഗുണങ്ങളും ഇല്ലാത്തതായില്ല. എല്ലാവരിലും ഇതുണ്ട്. പക്ഷെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ചില ആളുകളിൽ വെള്ളയാണ് പ്രാധാന്യം, വെള്ളയാണ് മുന്നോട്ട് നിൽക്കാൻ. ആ വെള്ളയെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് രജസ്സും കുറച്ച് തമസ്സും. ഈ തമസ്സിലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ തമസ്സും ഉണ്ട്, രജസ്സും ഉണ്ട്, പക്ഷെ സത്വമാണ് പ്രധാനമായിരിക്കും. അങ്ങനെ കുറച്ച് പേരുണ്ട്, വളരെ കുറച്ച് പേര്. ഒരു സമൂഹത്തിൽ വളരെ കുറച്ചു പേര് ശുദ്ധമായ സത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളവരുണ്ടാവും. അവരെയാണ് ഈ വർണ്ണവ്യവസ്ഥയിൽ ബ്രാഹ്മണൻ എന്ന് പറയാം. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ജാതി വ്യവസ്ഥയല്ല. നമ്മൾ ഭാഗവതത്തിൽ നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞു, അല്ലേ? എന്താണ് ഭഗവാൻ സാക്ഷാൽ ഭരതൻ്റെ പിതാവായിരിക്കുന്ന സാക്ഷാൽ ഒന്നാമത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവൻ. ഋഷഭചരിത്രം നമ്മൾ ശ്രവിച്ചു. ഋഷഭചരിത്രത്തിൽ നമ്മൾ കേട്ടു, ഋഷഭന് 100 മക്കളായിരുന്നു. അതിൽ ആദ്യത്തെ 10 പേര്, ഭരതൻ തുടങ്ങി 10 പേര് അവർ ക്ഷത്രിയരായി, അല്ലേ? പിന്നെ 9 പേര് നവയോഗികളായി, അവർ വർണ്ണവ്യവസ്ഥയ്ക്കൊക്കെ. ബാക്കിയുള്ള 81 പേര് ബ്രാഹ്മണരായി. നോക്കൂ, അപ്പോൾ ഈ ബ്രാഹ്മണരായി, ക്ഷത്രിയരായി, എന്താണ് നവയോഗികൾ, അതിൻ്റെ അർത്ഥം അവരെന്തെങ്കിലും ക്ഷത്രിയനായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ്, മക്കളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഈ വ്യവസ്ഥ, വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് എന്തിനനുസരിച്ചിട്ടാണ്? ഗുണത്തെയും കർമ്മത്തെയും വാസനകളെയും അനുസരിച്ചിട്ടാണ്. അപ്പോൾ ആരാണ് ബ്രാഹ്മണൻ? പറയാണ് സത്വഗുണപ്രധാനനായിരിക്കുന്നവരാണ് ബ്രാഹ്മണൻ. എന്ന് വെച്ചാൽ അവരിലും രജസ്സുണ്ടാവും, തമസ്സും വളരെ കുറച്ചായിരിക്കും. അപ്പോൾ വെള്ള കളറിനാണ് മുമ്പിൽ. ഇനി രണ്ടാമത്തെ കൂട്ടർ എങ്ങനെയാണ്? അവർ ചുമപ്പാണ് മുമ്പിൽ, രജസ്സാണ് മുമ്പിൽ. പക്ഷെ ആ രജസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെള്ളയാണ്. പിന്നെ തമസ്സുണ്ടാവും. അങ്ങനെ ചുമപ്പ് മുന്നിലായി, രജസ് മുന്നിലായി, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വെള്ളയോടുകൂടി മൂന്നാമതായിട്ട് തമസ്സോടുകൂടി ഇരിക്കുന്നവരെയാണ് ക്ഷത്രിയർ എന്ന് പറയാം. ഇനി മൂന്നാമത്തെ വർണ്ണം അവർ വൈശ്യരാണ്. എന്താ വൈശ്യർ ചേർത്താം? അവരിലും ചുമപ്പാണ് മുമ്പിൽ. പക്ഷെ ആ ചുമപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താ? അത് രജസ്സാണ്, തമസ്സാണ്. നോക്കൂ, ക്ഷത്രിയനിലെ ചുമപ്പിനെ, രജസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെള്ളയാണ്. പക്ഷേ വൈശ്യനിലും ചുമപ്പാണ് മുമ്പിൽ, പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തമസ്സാണ്. എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് പറയാം. അപ്പോൾ ചുമപ്പ് പ്രധാനമായിട്ടുള്ള 2 വർണ്ണങ്ങൾ, ക്ഷത്രിയനും വൈശ്യനും. ഇനി മൂന്നാമത്തെ ഗണമാണ് ശൂദ്രൻ. എന്താ ശൂദ്രൻ? കറുപ്പാണ് പ്രധാനം. കറുപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതായ ചുമപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് വെള്ള. ഇതിനെയാണ് വർണ്ണവ്യവസ്ഥ പറയുന്നത്. എന്താ ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നോക്കൂ, ഭഗവാൻ ഇവിടെ തന്നെ എന്താ പറയുക, ഭാഗവത്തിൽ തന്നെ പറയും, ഈ അധ്യായങ്ങളിൽ പറയും എന്താണ്, ആരാണ് ബ്രാഹ്മണൻ, ആരാണ് ക്ഷത്രിയൻ, ആരാണ് വൈശ്യൻ, ആരാണ് ശൂദ്രൻ. ഈ ചിന്തനമാണ് ഈ അധ്യായങ്ങളിൽ. ഇവിടെ പറയാണ് ആരാണ് ബ്രാഹ്മണൻ. പറയണു, സത്യം ദയാ തപശൗചം തിതിക്ഷേക്ഷാശമോദമഃ അഹിംസാ ബ്രഹ്മചര്യം ച ത്യാഗസ്വാധ്യായ ആർജവം. അത് ആദ്യം എല്ലാ മനുഷ്യരിലും, നമ്മളിലെല്ലാവരിലും എന്തുണ്ടാവണം? മനുഷ്യനാണോ, നമുക്ക് ആത്യന്തികമായി മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊരു 30 ഗുണങ്ങളുണ്ടായിരിക്കണം എന്ന് ആദ്യം പറയും ഭഗവാൻ. സാക്ഷാൽ നാരദൻ ഉപദേശിക്കുകയാണ് 30 ഗുണങ്ങൾ. അതാണ് മാനവ ഗുണങ്ങൾ എന്ന് പറയാം. ആ മാനവ ഗുണങ്ങൾ എല്ലാവരിലും സാമാന്യമായിട്ടുണ്ടാവണം 30 എണ്ണം. ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകാൻ സമയമില്ല. അപ്പോൾ ഈ 30 ഗുണങ്ങൾ ഉണ്ടാവണം. പിന്നെ
ഈ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാർ ചെന്നാണ് എന്താണ്? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരിലാണോ സാത്വികം, സത്വം പ്രധാനമായിട്ടുള്ളത് അവരെ ബ്രാഹ്മണർ എന്ന് പറയും. അതെങ്ങനെയാണ് അറിയാൻ പറ്റുക? ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറഞ്ഞു. എന്താ അവരുടെ ഗുണം? ആന്തരികമായിട്ട് ഒരാളെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? മറ്റുള്ളവർ തിരിച്ചറിയാനല്ല, നമ്മളെ തിരിച്ചറിയാൻ. ഞാൻ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ എന്നറിയണം. എന്നിട്ട് എൻ്റെ ജീവിതത്തെ അതിനനുസരിച്ചിട്ട് കരുപിടിപ്പിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ അതെൻ്റെ അച്ഛൻ ബ്രാഹ്മണനായതുകൊണ്ടോ ക്ഷത്രിയനായതുകൊണ്ടോ ഞാനാവില്ല, അല്ലേ? അദ്ദേഹമായിരുന്നു. ഞാൻ ബ്രാഹ്മണനാവണമെങ്കിൽ ഒരു കണ്ണാടി എടുത്ത് പിടിക്കണം. എന്താ ഈ കണ്ണാടി? ശാസ്ത്രമാണ് കണ്ണാടി. ശാസ്ത്രമാകുന്ന കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ വർണ്ണം എന്താണെന്ന്. എന്താ? ആരാണ് ഞാൻ ബ്രാഹ്മണനാവണമെങ്കിൽ എന്ത് ചെയ്യണം? ശമോദമസ്തപശൗചം സന്തോഷക്ഷാന്തിരാർജവം ജ്ഞാനം ദയാ അച്യുതാത്മത്വം സത്യം ച ബ്രഹ്മലക്ഷണം. ആരാ ബ്രാഹ്മണൻ? ഭഗവത്തിൽ പറയാണ്, ശ്രീനാരദൻ പറയണു, ആരാ ബ്രാഹ്മണൻ? ചില ഗുണങ്ങളുണ്ടാവും, ആന്തരികമായ ഗുണങ്ങളുണ്ടാവും. അല്ലാതെ പുറത്തു നോക്കിയിട്ടൊന്നും അറിയാൻ പറ്റില്ല. വെള്ള നിറമോ ചുവത്ത നിറമോ കറുത്ത നിറമോ, അതല്ല. ഉള്ളിൽ അവരെങ്ങനെയുള്ളവരായിരിക്കും? ശമം, സ്വാഭാവികമായിട്ട് തന്നെ മനസ്സിനെ അടക്കാനുള്ള കഴിവുണ്ടാവും. ഒരു പരിധിവരയ്ക്ക് മനസ്സിനെ അടക്കാനുള്ള കഴിവ്, ഇന്ദ്രിയങ്ങളെ അടക്കി ശാന്തമായിരിക്കാനുള്ള കഴിവ്, തപസ്, സ്വാഭാവികമായി തന്നെ തപസ് ചെയ്യാനുള്ള കഴിവ്. എന്താ തപസ്സിൻ്റെ അർത്ഥം? വലിയ വലിയ കാര്യങ്ങൾ നേടാൻ വേണ്ടി ശരീരത്തിനും മനസ്സിനെയും കഷ്ടപ്പെടുത്തുവാനുള്ള കഴിവ്, തപസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. പിന്നെയോ ശൗചം, സ്വാഭാവികമായി തന്നെ ശൗചം, ശരീരം ശുദ്ധമാക്കി വയ്ക്കാനും, സന്തോഷം, അല്പത്തിൽ നിന്ന് സന്തോഷിക്കാൻ, അല്ലേ? കുറച്ച് കിട്ടിയാൽ തന്നെ സന്തോഷമായിരിക്കാനുള്ള കഴിവ്. ക്ഷാന്തി, ക്ഷമിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കഴിവ്, അല്ലേ? ആർജവം, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, അല്ലേ? മനസ്സിൻ്റെ ആർജവം, അവിടെ ക്രുക്കഡ്നെസ് ഒന്നും, യാതൊരു വിധത്തിലുള്ളതായ കുടിലതയും ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ഇനി അടുത്തതാണ് ജ്ഞാനം. സ്വാഭാവികമായി തന്നെ അറിവിനെ സ്നേഹിക്കുവാനുള്ള കഴിവ്, ജ്ഞാനം. ദയാ, മനസ്സിൽ വലിയ കൃപ, അല്ലേ? ബ്രാഹ്മണൻ്റെ ലക്ഷണം എന്താ? ദയയാണ്. എല്ലാവരോടും ദയോടുകൂടി ജീവിക്കാനുള്ള കഴിവ്. പിന്നെ അച്യുത ആത്മത്വം. എന്താ ബ്രാഹ്മണൻ്റെ മുഖലക്ഷണം? അച്യുത ആത്മത്വം. ചലോ തൻ്റെ മനസ്സിനെ ശ്രീ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് സദാ ഭഗവത് സ്മരണയോടുകൂടി കഴിയുവാനുള്ള കഴിവാണ് ബ്രാഹ്മണത്വം. അച്യുത ആത്മത്വം, സത്യം. തൻ്റെ ശരീരത്തിലും തൻ്റെ വാക്കിലും തൻ്റെ മനസ്സിലും സത്യനിഷ്ഠയോടുകൂടെ ജീവിക്കാനുള്ള കഴിവുള്ള ഒരാളാണ് ആര്? ബ്രാഹ്മണൻ. ബ്രഹ്മലക്ഷണം, ബ്രാഹ്മണ ലക്ഷണം അതാണ്. അപ്പോൾ നോക്കുക, നമുക്ക് എത്രത്തോളം എത്രത്തോളം നമ്മുടെ മനസ്സ് പ്രതിഫലിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങൾ, അല്ലേ? നമുക്കേ അറിയാൻ പറ്റുള്ളൂ. ഇനി പറയാം, ഓഹോ, അങ്ങനെയാണെങ്കിൽ ആരാ ക്ഷത്രിയൻ? എന്താ ക്ഷത്രിയൻ ചാട്ടം? ക്ഷതാത് ത്രായതേ ഇതി ക്ഷത്രിയ. നോക്കൂ, ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആ വർഗത്തിന് അവരുടെ സർനെയിം എപ്പോഴും ശർമ്മ എന്നാണ്, അല്ലേ? ശർമ്മ. എന്തും ബാക്കി പല പല നമ്പൂതിരിയെന്നും ഒക്കെയുള്ള പേര്, അയ്യർ എന്നൊക്കെ പേരുണ്ടാവും. പക്ഷേ അവരുടെയും വൈദികമായിരിക്കുന്ന സർനെയിം ശർമ്മ. എന്താണ്? എല്ലാവർക്കും നന്മയുണ്ടാകണം എന്നുള്ള, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇത് ആര്യരെ കാത്തിടുമേക മന്ത്രം, ഈ മന്ത്രം ഓതുന്നവർ അമ്മഹസ്യനായി ആയുസ് പോക്കുകിൽ മാത്രം. ആരാ ശർമ്മ? എല്ലാവർക്കും നന്മയുണ്ടാകണേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നവർ, അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരാണ് ശർമ്മ. അടുത്തത് എന്താ? വർമ്മ, അല്ലേ? ക്ഷത്രിയന്മാരുടെ സർനെയിം വർമ്മ എന്നായിരിക്കും. എന്താ വർമ്മ ചത്തം? വർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചട്ട എന്നാണ് അർത്ഥം. പടച്ചട്ട, അല്ലേ? നമ്മളെ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ അണിയുന്നതായ പടച്ചട്ട, അതാണ് വർമ്മ. അതുപോലെ ആരാണ് ക്ഷത്രിയൻ? ഈ സമൂഹത്തിന് മുഴുവൻ രക്ഷിക്കുന്നതായ, ആ സമൂഹത്തിന് മുകളിൽ വരുന്ന എല്ലാ വെട്ടുകളെയും ഏറ്റുവാങ്ങുന്നതിന് സന്നദ്ധരായ കുറച്ച് പേരുണ്ടാവും. അവരാണ് എന്ത്? അവരാണ് സമൂഹത്തെ. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങളും ചിന്തിക്കുന്നു. എത്രയോ പേര് മഞ്ഞിലും മഴയിലും, അല്ലേ, മണലാരണ്യങ്ങളിൽ നിന്നുകൊണ്ട് അവരവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ ചർച്ചകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിന് വരുന്നതായ വെട്ടുകളെ നേരിട്ട് ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മ,
സമൂഹത്തിൻ്റെ പൂർണ്ണത, സമൂഹത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ജീവിതം സമർപ്പിക്കുവാനുള്ള കഴിവുള്ളവരെയാണെന്ന് പറയുന്നത് ക്ഷത്രിയൻ എന്ന് പറയാം. ക്ഷതാത് ത്രായത്തെ ഇതി ക്ഷത്രിയ. അതാണ് രണ്ടാമത്തെ വർണ്ണം. അവരുടെ ആന്തരികമായിരിക്കുന്ന ഗുണം എന്തായിരിക്കും പറയാണ്. ശൗര്യം വീര്യം ധൃതിസ്തേജഃ ത്യാഗ ആത്മജയക്ഷമ ബ്രഹ്മണ്യതാ പ്രസാദശ്ച രക്ഷാച ക്ഷത്രലക്ഷണം. എന്താ ക്ഷത്രലക്ഷണം? ശൗര്യം. അല്ലെ, ജീവിതത്തിൽ എന്ത് ആപത്തുകൾ വന്നാലും ആ ആപത്തുകളെ നേരിടാനുള്ള മനക്കെട്ടി, അല്ലേ, ധൈര്യം. പിന്നെ തൻ്റെ തേജസ്, എന്ത് വിഷമം വന്നാലും ഓടിപ്പോവാതെ അതിനെ വേണ്ടവണ്ണം പഠിച്ച് മനസ്സിലാക്കി അതിനപ്പുറത്തേക്ക് പോകാനുള്ള കഴിവ്, ത്യാഗം, തൻ്റെ ശരീരം വരെ വേണമെങ്കിൽ സമൂഹത്തിന് വേണ്ടി ത്യജിക്കുവാനുള്ള കഴിവ്, ആത്മജയം, ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയൊക്കെ ജയിക്കാനുള്ള കഴിവ്, അല്ലേ. പിന്നെ പറയാണ് പ്രസാദ, മനസ്സിലെ വളരെ പ്രസാദ ബുദ്ധി, എല്ലാവരെയും രക്ഷിക്കണം, എല്ലാവർക്കും നല്ലത് വരണമെന്നുള്ളതായ രക്ഷ. ഇതൊക്കെ ചേർന്ന ആളുകളുണ്ട്, അവരെയാണെന്ന് പറയുന്നത് ക്ഷത്രിയൻ എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ആൾക്കാരാണ് വൈശ്യൻ. എന്താ വൈശ്യൻ്റെ അർത്ഥം? വിശുധാതു, പ്രവേശിക്കുക എന്നർത്ഥം. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പ്രവേശിച്ച് സമൂഹത്തെ രക്ഷിക്കുന്ന, സമൂഹത്തെ സമ്പുഷ്ടമാക്കുന്ന, സമൂഹത്തെ ഉറപ്പിക്കുന്നതായ, അതാണ് വൈശ്യനാണ്. ഈ പ്രപഞ്ചമാകുന്ന അല്ലെ വിരാട് പുരുഷൻ്റെ തുടകളാണ് അത്ര വൈശ്യൻ. എന്താണ്? ഈ ശരീരത്തെ മുഴുവൻ താങ്ങുന്നത് നമ്മുടെ തുടകളാണ്. അതുമാതിരി ഈ സമൂഹത്തെ താങ്ങി നിർത്തുന്നതായ ആ ഒരു കൂട്ടം ആളുകൾ, അവരെയാണെന്ന് പറയാ വൈശ്യർ എന്ന് പറയാം, അല്ലേ. അവരാരാണ് വൈശ്യർ? പറയാണ് ദേവഗുരുവച്യുതേ ഭക്തി. വൈശ്യൻ്റെ ഏറ്റവും വലിയ ഒരു മുഖമുദ്ര എന്താണ്? ദേവന്മാരിൽ, ഭഗവാനിൽ, അല്ലേ, അറിവുള്ളവരിൽ ഭക്തി. പിന്നെ ത്രിവർഗ പരിതോഷണം, ധർമാർത്ഥ കാമങ്ങളെ രക്ഷിക്കുക. ധർമ്മവും അർത്ഥവും കാമവും എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കുക. എല്ലാ സാധനങ്ങളായിട്ടും വസ്തുക്കളായിട്ടും ഒക്കെ ഇഷ്ടംപോലെ സമൂഹത്തിൽ സൃഷ്ടിക്കുക. ആസ്തിക്യം, ഈശ്വര അസ്തി, ഭഗവാനുണ്ട്, സത്യമുണ്ട്, ധർമ്മമുണ്ട് എന്ന ഉറപ്പുള്ള ചിന്ത. ഉദ്യമോ, പിന്നെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുവാനുള്ള കഴിവ്. നിത്യം നൈപുണ്യം വൈശ്യലക്ഷണം, ഇതിൽ എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുത്ത് നന്നായി നടത്താനുള്ള കഴിവ്. ഇപ്പം നമുക്ക് നോക്കൂ, ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കണു, ഇതിൽ തന്നെ ബ്രാഹ്മണരും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രരും ഒക്കെ ഉണ്ട്, എങ്കിൽ മാത്രമേ ഈ ഒരു യജ്ഞം നടക്കുള്ളൂ. ഇത് ചിന്തിക്കുവാനുള്ള ആളുകളുണ്ടാവണം, ഇതിനെ രക്ഷിക്കുവാനുള്ള ആളുകളുണ്ടാവണം, ഇതിനെക്കുറിച്ചിട്ട് ഇതിന് വേണ്ടതായിരിക്കുന്ന സമ്പത്തിനെ എല്ലാം ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവണം, പിന്നെ ഇതിനെല്ലാം വേണ്ടി വന്ന പ്രവൃത്തികളെ ചെയ്യുന്ന ആളുണ്ട്, എങ്കിൽ മാത്രമേ എന്തൊരു യജ്ഞവും നടക്കുള്ളൂ. ഒരു കമ്പനി നടക്കണമെങ്കിൽ അതിലൊരു മാനേജിങ് കമ്മിറ്റി ഉണ്ടാവണം, അവിടെ അതിൽ ഒരു അഡ്വൈസേഴ്സ് ഉണ്ടാവണം, അതിൽ വർക്കിംഗ് ക്ലാസ് ഉണ്ട്, എങ്കിൽ മാത്രമേ ഈ ലോകത്ത് ഏതൊരു സ്ഥാപനവും നടക്കണമെങ്കിൽ അതിൽ വർണ്ണമുണ്ടായിരിക്കണം. 4 വർണ്ണങ്ങളും ഒരുമിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ലോകത്ത് മംഗളമുണ്ടാവുകയുള്ളൂ. അത് ജാതിയല്ല. പിന്നെ പറയാണ് ശൂദ്ര. ആരാണ് ശൂദ്രൻ? ശൂദ്രസ്യ സന്തതി ശൗചം സേവാ സ്വാമിന്യമായ അമന്ത്രയജ്ഞോ ഹ്യസ്തേയം സത്യം ഗോവിപ്രരക്ഷണം. ആരാണ് ശൂദ്രൻ? ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവൻ എന്നല്ല അർത്ഥം. ആരാണ് ശൂദ്രൻ? സന്നതിഹി, ആരുടെ ഹൃദയത്തിലാണോ ഏറ്റവും കൂടുതൽ ദയയുള്ളത്, ഏറ്റവും കൂടുതൽ കൃപയുള്ളത്, ഏറ്റവും കൂടുതൽ അവർക്ക് സമർപ്പിക്കുവാനുള്ള കഴിവുള്ളത്. നോക്കൂ, അവരുടെ മുഖമുദ്ര എന്താണ്? സേവയാണ്. ഈ സേവ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും വിഷമം സേവ ചെയ്യാനാ. പൈസ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് എന്താ പല കാര്യങ്ങളും ചിന്തിക്കാം. പക്ഷെ സേവിക്കണമെങ്കിൽ അതുകൊണ്ടാണ് പാദമാണ് ശൂദ്രൻ. എന്താ പാദം ശൂദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ അല്ല, ഈ സമൂഹം നിലനിൽക്കുന്നത് പാദത്തിലാണ്, അല്ലേ. നമ്മൾ പാദപൂജയെ ചെയ്യുക, അല്ലാണ്ട് തലയിലൊന്നും ആരും പൂജിക്കില്ല, പാദത്തെ പൂജിക്കുക. എന്തുകൊണ്ട്? ആ പാദത്തിലാണ് ആ ശരീരം മുഴുവൻ നിലനിൽക്കുന്നത്. അതുമാതിരി ഒരു സമൂഹം നിലനിൽക്കുന്നത് ശൂദ്രനാകുന്ന പാദങ്ങളിലാണ്. ആരാണ് ശൂദ്രൻ? ശൂദ്രൻ മോശം ആളാണോ? അല്ല. ആരാ ശൂദ്രൻ? പറയാണ് സന്നതിഹി. ആരുടെ ഹൃദയത്തിലാണോ സന്നതിയുള്ളത്, സമർപ്പണഭാവമുള്ളത്, അത് ആരെങ്കിലും നിർബന്ധിച്ച സേവയാവില്ല, അത് ജോലിയാവും. ജോലിയല്ല, സേവയും ജോലിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? സേവ ചെയ്യുമ്പോൾ ആ സേവ തന്നെ സന്തോഷമാണ്.
സന്നതി ശൗചം. ആരുടെ ജീവിതമാണോ വളരെ പ്യുവറായിട്ടുള്ളത്, വളരെ സ്വച്ഛമായിട്ടുള്ളത്, സേവ ചെയ്യാനുള്ള മനസ്സ്, സ്വാമിനി അമായയ, യാതൊരു വിധത്തിലുള്ളതായ കളങ്കവുമില്ലാത്ത മനസ്സ്, അമന്ത്രയജ്ഞ, ആരാണോ യജ്ഞങ്ങളെയെല്ലാം, പഞ്ചയജ്ഞങ്ങളെയും, ദേവയജ്ഞം, ഋഷിയജ്ഞം, എല്ലാ യജ്ഞങ്ങളെയും മന്ത്രങ്ങളെ കൂടാതെ തന്നെ ചെയ്യുന്നത്, ആരെങ്കിലും പറഞ്ഞിട്ടല്ല, ഈശ്വരനെ പൂജിക്കണം എന്ന് പറഞ്ഞിട്ടല്ല, അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു ഭാവമുണ്ടായിരിക്കും. പിന്നെ അസ്തേയം, ഒരിക്കലും കളവില്ലാതെ സത്യത്തോടു കൂടിയിരിക്കുന്നവരെയാണെന്ന് പറയുക ശൂദ്രൻ എന്ന് പറയാം. അപ്പോൾ ഈ 4 വംശജർ അല്ലെങ്കിൽ 4 വർണ്ണം എന്തല്ല, അത് ജാതിയല്ല. ഇപ്പോൾ ബ്രാഹ്മണനായിരിക്കുന്ന പിതാവിൽ 4 പേരും ഉണ്ടാവാം അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളിൽ ഓരോരുത്തരിലുമുള്ളതായ ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും വാസനകൾക്കും അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളുടേതായ പദത്തെ അതുകൊണ്ടാണ് ഏറ്റവും കഷ്ടമായ ജീവിതം ആരുടെയാണ്? ബ്രാഹ്മണൻ്റെയാണ്. സ്മാർത്ഥമായിട്ടോ വൈദികമായിട്ടോ ജീവിക്കുക, ആ ജീവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കഷ്ടമായി ജീവിക്കേണ്ടത് ബ്രാഹ്മണനാണ്. അതുകൊണ്ട് തപസ്വാധ്യായം അല്ലേ, തപസ്വാധ്യായ നിരതം, ജീവിതം മുഴുവൻ തപസ്സും സ്വാധ്യായമാണ്. ആ ഒരു സാധനം എല്ലാവർക്കും പറ്റില്ല. നോക്കൂ, ഞാൻ ഒരു ബ്രാഹ്മണ പിതാവിൻ്റെ പുത്രനായി ജനിച്ചതുകൊണ്ട് മാത്രം തപസ്വാധ്യായ നിരതമായ ജീവിതം എനിക്ക് നയിക്കാൻ പറ്റില്ല. നോക്കൂ, ഇവിടെയാണ് ഈ സ്മൃതികളും പുരാണങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ അച്ഛൻ ബ്രാഹ്മണനായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഞാൻ ബ്രാഹ്മണനാവണം എന്നില്ല. എൻ്റെ സ്വഭാവത്തിൻ്റെ ട്രെയ്റ്റ്സ് എന്താണ് എന്നറിഞ്ഞിട്ട് വേണം ഞാൻ എന്ത് ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൻ്റെ വഴിയെ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഈ ശാസ്ത്രങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് എനിക്കറിയാം എൻ്റെ മനസ്സെങ്ങനെയാണ്, അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഞാൻ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളുടേതായ വഴികളെ സ്വീകരിക്കണം. എന്നിട്ടോ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ അർജുന. ഭഗവാൻ പറയാണ്, നോക്കൂ, നീ ശൂദ്രനാണെങ്കിൽ ശൂദ്രവൃത്തിയെ ഏറ്റവും ഭംഗിയായി ചെയ്യാം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ. നോക്കൂ, ഞാനൊരു ശൂദ്രനാണെങ്കിൽ എന്ത് ചെയ്യുക? ഞാനൊരിക്കലും ബ്രാഹ്മണനാവാൻ ശ്രമിക്കേണ്ടതില്ല, ക്ഷത്രിയനാവാൻ ശ്രമിക്കേണ്ടതില്ല അല്ലേ. ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ വഴിയെ, എൻ്റെ വഴി എന്താണ്? സേവയാണ്. ആ സേവയാകുന്ന വഴിയിലൂടെ മനസ്സുറപ്പോടുകൂടി ഭഗവത് സർപ്പിതമായി ഞാൻ മുന്നോട്ട് പോയാൽ ബ്രാഹ്മണൻ സ്വാധ്യായാദികളെ കൊണ്ട് എത്തുന്നത് അതേ സ്ഥാനത്ത് നിന്ന് ഞാനെത്തും. ഞാൻ ബ്രാഹ്മണനെ അനുകരിക്കാൻ പോയാൽ, അതുപോലെ ബ്രാഹ്മണനായി ജനിച്ച ഒരാൾ ക്ഷത്രിയനെ അനുകരിക്കാൻ പോയാൽ, ക്ഷത്രിയനായി ജനിച്ച ഒരാൾ വൈശ്യനെ അനുകരിക്കാൻ പോയാൽ, വൈശ്യനായി ജനിച്ച ഒരാൾ ശൂദ്രനെ അനുകരിക്കാൻ പോയാൽ എന്തു ചെയ്യും? സ്വധർമ്മേ അല്ലെ പരധർമ്മോ ഭയാവഹ. എന്തു പറ്റും? അത് മനസ്സിൽ വലിയതായ ക്ലാഷ് ഉണ്ടാക്കും. നോക്കൂ, എൻ്റെ സ്വാഭാവികമായ എൻ്റെ ഉള്ളിലെ വാസന പഠിപ്പിക്കാനാണ് ചോളൂ. എൻ്റെ സ്വാഭാവികമായ വാസന പഠിപ്പിക്കാനാണ്. ഈ പഠിപ്പിക്കാനുള്ള വാസനയുള്ള ഞാൻ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോയാൽ ഈ പഠിപ്പിക്കുന്നതുകൊണ്ട് 10 ഉറുപ്പ്യ കിട്ടും, അഡ്മിനിസ്ട്രേഷനിൽ പോയാൽ 10,000 ഉറുപ്പ്യ കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യാം? 10,000 രൂപയുള്ള അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പോവാം, കുഴപ്പമൊന്നുമില്ല. എന്തു ചെയ്യും? ഞാൻ ഈ അഡ്മിനിസ്ട്രേഷൻ കുളമാക്കും. എന്തുകൊണ്ട്? എനിക്ക് സ്വാഭാവികമല്ലാതെ. മാത്രമല്ല, ഈ അഡ്മിനിസ്ട്രേഷൻ ക്ഷാത്രവൃത്തി എനിക്ക് സ്വാഭാവികമല്ലാത്തത് കൊണ്ട് അത് എനിക്ക് ഭയങ്കരമായ പ്രഷർ തരും. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അനാവശ്യമായിരിക്കുന്ന സമ്മർദ്ദങ്ങളെ കൊണ്ട് നിറഞ്ഞ് രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും മരുന്ന് കഴിക്കേണ്ട അവസ്ഥയ്ക്ക് എനിക്ക് വരും. എന്തുകൊണ്ടാണ് വരുന്നത്? ഞാൻ എൻ്റെ വൃത്തിയിൽ നിന്ന് വിട്ട് വേറൊരു വൃത്തിയെ ആശ്രയിക്കുന്നുണ്ടാണ്. നോക്കൂ, നമ്മുടെ ഭാരതത്തിലുണ്ടായ ഏറ്റവും വലിയ, ഭാരതം ഇത്രയും ഉയർന്നാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം വർണ്ണമായിരുന്നു. അത് ഒരു ജാതി എന്ന അർത്ഥത്തിലല്ല, നമുക്ക് ഓരോരുത്തർക്കും അനുകൂലമായിരുന്ന വഴികളെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ ശാസ്ത്രം നമ്മളെ അഭ്യസിപ്പിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികൾ എന്ന് പറയുന്ന 4 വർണ്ണങ്ങൾ, അത് ജാതിയല്ല, അത് മതമല്ല, അത് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളൊന്നുമല്ല. നമ്മളുടെ ആന്തരികമായിരിക്കുന്ന വ്യവസ്ഥിതിയെ തിരിച്ചറിഞ്ഞ് ആ വ്യവസ്ഥിതിക്കനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയാണ്. അപ്പോൾ ഭാരതീയ സംസ്കൃതിയെ ഭാരതീയ സംസ്കൃതിയാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്
ധർമ്മത്തിൻ്റെ പ്രധാന പാദമാണ് എന്ത്? വർണ്ണവ്യവസ്ഥ. അത് മതമോ കാസ്റ്റോ ഒന്നുമല്ല, അത് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വാഭാവികമായ വളർച്ചയ്ക്ക് ആവശ്യകമായിരിക്കുന്ന പദമാണ്. ഇനി രണ്ടാമത്തെ പദം ധർമ്മത്തിൻ്റെ പുരുഷൻ. ധർമ്മപുരുഷൻ്റെ രണ്ട് പാദങ്ങൾ, ഒന്ന് വർണ്ണവും വേറൊന്ന് ആശ്രമവുമാണ്. അല്ലേ? രണ്ടാമത്തെ വ്യവസ്ഥയാണ് ആശ്രമ വ്യവസ്ഥ. എന്താ ഈ ആശ്രമ വ്യവസ്ഥ വെച്ചാൽ 4 സ്റ്റേജസ് ഓഫ് ലൈഫ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും 4 തലങ്ങളിലൂടെ കടന്നു പോകണം, ഓരോരുത്തരും. അതിൽ ഒന്നാമത്തതാണ് ബ്രഹ്മചര്യം. എന്താ ബ്രഹ്മചര്യം? ബ്രഹ്മണി ചരതി. എന്താ ബ്രഹ്മചര്യം അർത്ഥം? ബ്രഹ്മചര്യം ഇവിടെ ബ്രഹ്മപദത്തിന് വേദം എന്നാണ് അർത്ഥം. ശാസ്ത്രം പഠിക്കുക. ശാസ്ത്രം എങ്ങനെയുള്ളതാണ്? 2 വിധത്തിലുള്ള ശാസ്ത്രം. ദ്വേ വേദ്യേ വേദിതവ്യേ പരാച അപരാച ഇതി. ഈ ലോകത്ത് നമുക്ക് സന്തോഷമായി ജീവിക്കുന്നതിന് വേണ്ടതായ അപരാവിദ്യയും പഠിക്കണം, നമുക്ക് സന്തോഷമായിരിക്കുന്നതിനുള്ള ആന്തരിക വിദ്യയും പഠിക്കണം. അപ്പോൾ ഈ പരയെയും അപരയെയും വേണ്ടവണ്ണം പഠിക്കണം. പ്രഥമേനാർജിതാ വിദ്യ. ഒന്നാമത്തെ ആശ്രമത്തിൽ എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം, വിഷയങ്ങളെ മനസ്സിലാക്കണം, ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ശുദ്ധമാക്കി വെച്ചുകൊണ്ട് ബ്രഹ്മചര്യത്തെ അനുഷ്ഠിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? വേദം തുടങ്ങിയുള്ള ശാസ്ത്രങ്ങളെ വേണ്ടവണ്ണം അഭ്യസിച്ച് ഉറപ്പിക്കാനുള്ള നമുക്കെല്ലാവർക്കുമുള്ളൊരു ചാൻസിനെയാണ്, ആ ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് പറയുന്നത്? ബ്രഹ്മചര്യം, ഒന്നാമത്തെ ആശ്രമം. എല്ലാവരും നോക്കൂ, ഭാരതരാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ പ്രധാന കാരണം ആ രാഷ്ട്രത്തിലെ ഓരോ വിദ്യാർത്ഥികളും ശരിയായ വിദ്യാർത്ഥികളായിരുന്നു. അല്ലേ? സ്വാമി വിവേകാനന്ദൻ പറയും, എന്താ വിദ്യാഭ്യാസം? എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ വിച്ച് ഈസ് ഓൾറെഡി ഇൻ മാൻ. നമ്മളെല്ലാവരിലും പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതയെ തിരിച്ചറിയുവാനുള്ള ഒരു സിസ്റ്റത്തെയാണെന്ന് പറയുന്നത് ബ്രഹ്മചര്യം, ഒന്നാമത്തെ ആശ്രമം. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം ഇനി എന്താ ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യണം? ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കണോ, വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കണോ, സന്യാസത്തിലേക്ക് പ്രവേശിക്കണോ എന്ന് ബ്രഹ്മചര്യത്തിൽ തന്നെ തീരുമാനിക്കാം. എനിക്ക് തോന്നി, അല്ല എനിക്ക് കുറച്ചൊക്കെ ചെയ്യാനുണ്ട്, എനിക്ക് ലോകത്തിന് നന്മയൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ രണ്ടാമത്തേക്ക് പ്രവേശിക്കാം. അതാണ് ഗാർഹസ്ഥ്യം. എന്താണ് രണ്ടാമത്തെ ആർക്കം? ഗൃഹസ്ഥൻ. അല്ലേ? ആശ്രമമാണത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ആശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സന്യാസിമാർ തളിക്കുന്ന അല്ല. ആസമന്താത് ശ്രമത്തെ അസ്മിൻ. യാതൊന്നിലാണോ പരമമായിരിക്കുന്ന ജീവിത ലക്ഷ്യത്തെ നേടുന്നതിന് വേണ്ടി സമ്പൂർണമായ പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കുക, അതിനെയാണെന്ത് പറയുക? ആശ്രമം എന്ന് പറയാം. അപ്പോൾ ബ്രഹ്മചര്യത്തിൽ എന്താ, ആശ്രമത്തിൽ എന്താ? നന്നായി പഠിച്ചാൽ മാത്രം പോരാ, ആ പഠിച്ചതിനെ അനുഷ്ഠിക്കുവാൻ വേണ്ടി തയ്യാറാവുക. ഇനി രണ്ടാമത്തെ ആശ്രമമാണ് ജ്യേഷ്ഠ ആശ്രമം. എല്ലാ ആശ്രമങ്ങളിലും വെച്ച് ഏറ്റവും ഗംഭീരമായിരിക്കുന്ന, ജ്യേഷ്ഠമായിരിക്കുന്ന, ഏറ്റവും ഉദാത്തമായിരിക്കുന്ന ആശ്രമമാണ് ഗാർഹസ്ഥ്യം. എന്താ ഈ ഗാർഹസ്ഥ്യം? ഗൃഹ്ണാതി ഇതി ഗൃഹം. അല്ലേ? പിടിച്ചു വയ്ക്കുന്നത് എന്നർത്ഥം. പിടിച്ചു വെച്ചാലോ നമ്മളൊക്കെ അയ്യോ അതെ സ്വാമി ഉച്ചവരയ്ക്ക് വൈകുന്നേരം വരെയൊക്കെ ഇരിക്കുക കേട്ടോ, അത് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ തിരിച്ചു പോകണം. എന്താണ് അത്? ഗൃഹ്ണാതി, നമ്മളെ പിരിച്ച്. അങ്ങനെ മാത്രമല്ല, എല്ലാവിധ പുണ്യങ്ങളെയും സമ്പാദിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ഗൃഹസ്ഥാശ്രമത്തിലാണ്. ഗൃഹസ്ഥാശ്രമമാണ് ജ്യേഷ്ഠാശ്രമം. നമ്മുടെ ജീവിതത്തിന് എല്ലാ ആശ്രമങ്ങൾക്കും, ബ്രഹ്മചാരിക്കും വാനപ്രസ്ഥനും സന്യാസിക്കും ഒക്കെ ആധാരം ആരാണ്? ഗൃഹസ്ഥമാണ്. രണ്ടാമത്തെ ആശ്രമമാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമമാണ് ജ്യേഷ്ഠാശ്രമം. ഈ ജ്യേഷ്ഠാശ്രമത്തിൽ എന്തിനാണ് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്? 5 ഋണങ്ങളെ വീട്ടാനാണ്. നമ്മളെല്ലാവരും പിതൃക്കളോടും ദേവന്മാരോടും ഋഷികളോടും മറ്റു ഭൂതങ്ങളോടും മനുഷ്യരോടും കടപ്പെട്ടവരാണ്. ഈ കടങ്ങളെ വീട്ടാൻ വേണ്ടി ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അല്ലേ, ദേവയജ്ഞം, ഋഷിയജ്ഞം, പിതൃയജ്ഞം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, നൃയജ്ഞം, ഭൂതയജ്ഞം. ഈ 5 യജ്ഞങ്ങളെ എന്ത് ചെയ്യണം? വേണ്ടവണ്ണം വീട്ടിക്കൊണ്ട് ലോകത്തിനു മുഴുവനും സന്തുഷ്ടിയും സമാധാനവും സംതൃപ്തിയും നൽകാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ? സഹധർമ്മചരിത്വം അല്ലേ, സഹധർമ്മത്തിലേക്ക്
ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഗൃഹസ്ഥനാണ് എങ്ങനെയാണ് പറയാൻ, ഒരു വലിയ അരയാലു പോലെയാണ്. എല്ലാവർക്കും ആശ്രയം നൽകിക്കൊണ്ട്, എല്ലാവർക്കും അന്നവും വസ്ത്രവും നൽകിക്കൊണ്ട്, എല്ലാവർക്കും അഭയം നൽകിക്കൊണ്ട് എല്ലാവരെയും രക്ഷിക്കുന്നതാണ് ഗൃഹസ്ഥാശ്രമം. ആ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കണം. മതിയോ? പോരാ. നമുക്കൊരു 60 വയസ്സാകുമ്പോൾ ഒരു പരിപാടിയുണ്ട്. എന്താണ്? ഷഷ്ടിപൂർത്തി അല്ലേ? ഈ ഷഷ്ടിപൂർത്തി എന്തിനാണ്? പറയാണ്, നമ്മുടെ മകൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ വിവാഹിതരായി അവർ ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിക്കണം. ഇപ്പോൾ ഈ ഷഷ്ടിപൂർത്തി അതിന് വേണ്ടിയിട്ടാണ്. അതെ, സമയമായിട്ടോ. എന്തിന്? അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ. എന്താ ഈ അടുത്ത ആശ്രമം? അതാണ് വാനപ്രസ്ഥം അല്ലേ? എന്താ വാനപ്രസ്ഥം വെച്ചാൽ, നോക്കൂ, ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ പല പല കാര്യങ്ങൾ ചെയ്യണം, ഒപ്പം ഭഗവാനെ സ്മരിക്കണം. പക്ഷേ പതുക്കെ പതുക്കെ തപസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലേ, വൈരാഗ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, തപസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ തന്നെ രൂപീകരിക്കുവാനുള്ള ഈ എന്തെല്ലാമോ, ഗൃഹസ്ഥനായിരിക്കും പലതരത്തിലുള്ളതായ കെട്ടുപാടുകളും ബന്ധങ്ങളും ഒക്കെ വരും. പതുക്കെ പതുക്കെ അതിൽ നിന്നെല്ലാം ഊരി തൻ്റെ മനസ്സിനെ ആ തപസ്സുകൊണ്ട് ശുദ്ധമാക്കി, ആ തപസ്സുകൊണ്ട് ശുദ്ധമാക്കിയ മനസ്സ് ശ്രീ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതിനുള്ള ഒരു വഴിയാണ്, അതിനുള്ള ഒരു ഘടകമാണ്, അതിനുള്ള ഒരു എന്താ പറയുക, ഒരു ഡോറാണ്, അതിലുള്ള ഒരു ദ്വാരമാണ് എന്താ വാനപ്രസ്ഥം. ഇന്നത്തെ ആൾക്കാരൊക്കെ പറയുന്നു, അയ്യോ എനിക്കിപ്പോൾ ഇനിയിപ്പോൾ വയ്യ, കുട്ടികളൊന്നും അടുത്തില്ലല്ലോ, ആരും ഇല്ലല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞിരിക്കാനുള്ളതല്ല വാനപ്രസ്ഥം. വാനപ്രസ്ഥം സന്തോഷമായിട്ടിരിക്കണം. എന്തുകൊണ്ട്? സത്യത്തിൽ നമുക്ക് ആത്മന്യേവ ആത്മനോ ബന്ധുഹു, നമുക്ക് നമ്മൾ തന്നെയുള്ളൂ. ചിലോ നമുക്ക് ഭഗവാൻ തന്നെയുള്ളൂ. മറ്റ് വിഷയങ്ങളെല്ലാം മറന്ന് എല്ലാം ഉണ്ട്. മക്കളുണ്ട്, മക്കളുടെ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ പതുക്കെ എന്ത് ചെയ്യുക? നമ്മിലേക്ക്, ഭഗവാനിലേക്ക് പതുക്കെ വഴിയുക. ഒപ്പം ഈ സമൂഹത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ സേവ ചെയ്യാൻ പറ്റി ചെയ്യുക. അത് കഴിഞ്ഞാൽ ഭഗവാന്റെ നമ്മുടെ മനസ്സിനെ പലവിധങ്ങളായ തപസ്സുകളെ ചെയ്തുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി ഏകാഗ്രമാക്കാനുള്ള സമയമാണെന്ത്? വാനപ്രസ്ഥം. അത് കഴിഞ്ഞാൽ 70 വയസ്സാകുമ്പോൾ സപ്തതിയുണ്ട്. എന്താ? അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിക്കുക. എന്താണ്? 10 വർഷം കിട്ടി നമുക്ക് സാധനങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ ശുദ്ധാക്കാൻ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? സന്യാസത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ 70 വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സന്യാസത്തിലേക്ക് പ്രവേശിക്കണം. അയ്യോ സ്വാമി, ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ സ്വാമി ഉടുക്കണ പോലെ വസ്ത്രം. വസ്ത്രമൊന്നുമല്ല സന്യാസം. എന്താ സന്യാസം? സമ്യക് ന്യാസം. സന്യാസം സമ്പൂർണമായ സമർപ്പണം. എന്താ സമർപ്പിക്കേണ്ടത്? അഹങ്കാരത്തെ. ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ അല്ലേ? അഹങ്കാരത്തെ സമർപ്പിക്കലാണ് സന്യാസം. അല്ലാതെ എന്തെങ്കിലും വസ്ത്രം ധരിക്കലോ തലമുട്ടൊടിക്കലോ ഒന്നുമല്ല. അതൊക്കെ ഒരു അല്ലേ വിവിധിഷ. അതിലേക്ക് ആ സമർപ്പണത്തിലേക്ക് നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ, അതൊന്നുമല്ല സന്യാസം. എന്താ സന്യാസം? സമ്യക് ന്യാസം. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു അല്ലേ? സകല കാമ്യകർമ്മങ്ങളെയും കാമ്യവാസനകളെയും അഹങ്കാരത്തെയും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ഈശ്വരൈക ശരണനായി, ഈശ്വരൻ്റെ ഉപകരണമായി, ഈശ്വരചിന്ത മാത്രമായി അല്ലേ? അഹമസ്മി ബ്രഹ്മാഹമസ്മി, സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവ് തന്നെയാകുന്നു താൻ. ജ്ഞാനം സന്യാസ ലക്ഷണം. സന്യാസത്തിൻ്റെ ലക്ഷണം തലമുട്ടടിക്കലോ വസ്ത്രങ്ങളൊന്നുമല്ല. ജ്ഞാനമാണ്, അറിവാണ്, ബോധമാണ്. ആ ബോധത്തിൽ നിഷ്ഠയോടുകൂടി, ആത്മബോധത്തോടുകൂടി, ആത്മസമർപ്പണത്തോടുകൂടി ഒന്നായിത്തീരലാണ് സന്യാസം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓരോരുത്തരെയും അറിവിലൂടെ, സേവയിലൂടെ, തപസ്സിലൂടെ ആത്മാനുഭവത്തിലേക്ക് നയിക്കുവാനുള്ള പടിപടിയായ ഒരു വളർച്ചയുടെ പദ്ധതിയെയാണ് എന്ത് പറയുന്നത്? ആശ്രമവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഭാരതീയമായ ചിന്ത എന്തായിരുന്നു? നമ്മളെല്ലാവരും, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എന്തു ചെയ്യണം? ബ്രഹ്മാവലോക ധിഷണയുള്ളവരായി തീരണം. അതാണ് തുടക്കത്തിൽ നമ്മൾ പറയാം, ബ്രഹ്മാവലോക ധിഷണം മുതമാപ. പുരുഷം എന്നേ പറഞ്ഞുള്ളൂ. അവിടെ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ എന്ന് പറഞ്ഞില്ല. ഓരോ മനുഷ്യനും എന്തു ചെയ്യണം? ഈ സച്ചിദാനന്ദ രൂപനായ ആത്മാവാണു ഞാനെന്നറിഞ്ഞ് ജനനമരണ ചക്രത്തിൽ നിന്ന് മുക്തനായി തീരണം.
അതിനെന്ത് ചെയ്യണം? അതിനുള്ള 2 ഉപാധികളാണ്. ഒന്ന്, നമ്മുടെ അധികാരം, നമ്മുടെ മാനസിക വ്യവസ്ഥ എന്താണെന്നറിഞ്ഞ് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അതനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മളെ വിദ്യാഭ്യാസം, ഗാർഹസ്ഥ്യം, പിന്നെ വാനപ്രസ്ഥം, സന്യാസം എന്ന വഴിയിലൂടെ അറിവ്, സേവ, ത്യാഗം, ആത്മസമർപ്പണം, ഈ പദങ്ങളിലൂടെ കൊണ്ടുപോയി നമ്മെ ഓരോരുത്തരെയും സച്ചിദാനന്ദരൂപനായ പരമാത്മാവായി തീർക്കലാണ് എന്തിൻ്റെ ലക്ഷ്യം? ധർമ്മത്തിൻ്റെ ലക്ഷ്യം. ആ ധർമ്മമാണ് ഭാഗവതധർമ്മം. ഭാഗവതധർമ്മം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമല്ല. എന്താണ്? മനുഷ്യനെ പൂർണ്ണനാക്കലാണ് ഭാഗവതധർമ്മം. ശ്രീ ഭഗവാൻ, ശ്രീ മഹാഗണപതി അല്ലേ, ബോധസ്വരൂപനാണ്. ആരാ ഗണപതി അല്ലേ? മൂലാധാരക്ഷേത്രസ്ഥിതം. നമ്മുടെ എല്ലാവരുടെയും ആ യാത്രയുടെ ഒന്നാമത്തെ ഭാഗത്തിൽ അവിടുന്നാണ്. നമ്മളെ ഓരോരുത്തരുടെയും കർമ്മവാസനകളെ മുറിച്ച് നമ്മളെ ഓരോരുത്തരെയും ആത്മാവിൻ്റെ ഈ പദത്തിലൂടെ ആ കൈപിടിച്ച് നടത്തുന്നവനാണ് ശ്രീ ഭഗവാൻ. ആ ശ്രീ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി സാക്ഷാൽ ജ്ഞാനസ്വരൂപിയായ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് ചേർന്ന് ഈ ജന്മം, പുനരഭിജനനം പുനരഭിജനനം ഭരണം പുനരഭിജനനേ ജഡരേ ശയനം ഇഹ സംസാരേ ഖലു ദുസ്താരേ അല്ലേ, ദുസ്തരമായിരിക്കുന്ന ഈ മായാ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ശ്രീ ഭഗവാന്റെ പാദങ്ങളിൽ സ്ഥിരമായ ഭക്തിയോടെ സോഹമെന്ന അറിവോടുകൂടി മുക്തരായി തീരാൻ ശ്രീകൃഷ്ണ പരമാത്മാവ്, ശ്രീ ഭാഗവതമൂർത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ വരാനും നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളുടെ മുമ്പിൽ ഇങ്ങനൊരു ചെറിയ വിഷയത്തെ അവതരിപ്പിക്കുവാനുള്ള അവസരം തന്ന എല്ലാ സംഘാടകർക്കും കുപ്പുകൈ. ശ്രീ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കാരം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നമസ്കാരം.